എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. വയനാട്ടിൽ ജനിച്ച് വളർന്ന് ഇതുവരെയും എനിക്ക് പോയി കാണാൻ പറ്റാത്തൊരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യങ്ങളും ഓരോ വർഷവും പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴും അതിനൊന്നും പോകാൻ സാധിക്കാതെ രണ്ടും കൽപ്പിച്ച് ഇന്ന് ഞാൻ ഒരു 11 മണിയായപ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. എനിക്ക് ഭയങ്കര ആഗ്രഹം പോയി കാണണമെന്നുള്ളത്. ഒറ്റയ്ക്ക് പോയി എന്തായാലും ദൈവത്തിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും സഹായവും പോയി എല്ലാം കണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തിരിച്ചു വന്നു. ഈ യാത്രയിൽ തീരുന്നത് വരെ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. നമുക്ക് ക്ഷേത്രവും ക്ഷേത്ര പരിസരങ്ങളും എല്ലാം പോയി കണ്ടുവരാം. വർഷത്തിൽ 28 ദിവസം മാത്രം പൂജയില്ലാത്ത ക്ഷേത്രമാണ് കേട്ടോ ഇക്കരെ കൊട്ടിയൂർ. അക്കരെ കൊട്ടിയൂർ 28 ദിവസം മാത്രമാണ് പൂജയുള്ളത്. ബസ് കൃത്യം ക്ഷേത്രത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടെ തന്നെ നിർത്തി കേട്ടോ. എങ്ങും ചോദിക്കാനോ വഴി ചോദിക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല. നേരെ നമ്മൾ അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എവിടെ നോക്കിയാലും ഓടപ്പൂവ് മയമാണ്. അവിടെ എവിടെയും ഓടപ്പൂവാണ്. കൊട്ടിയൂർ പോകുന്നവരൊക്കെ ഓടപ്പൂ വാങ്ങി വരുന്ന ഞാൻ പോയിട്ടില്ലാത്തത് കൊണ്ട് എനിക്കിതെല്ലാം കാണുന്ന ഭയങ്കര അതിശയം കേട്ടോ. ഇതാണ് നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി. രണ്ട് ഭാഗവും പോകാനും തിരിച്ചു വരാനുമായിട്ട് രണ്ട് ഭാഗവും ഇവർ കമ്പി ഇട്ടിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ബാവലിപ്പുഴയാണ് ഈ കാണുന്നത്. വെള്ളമൊന്നും ഒരുപാടില്ല. ഇന്ന് മഴയില്ലാത്ത ദിവസം ആയത് കാരണം ഒരുമാതിരി, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പെരുമഴയത്ത് നനഞ്ഞ് ഇതായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് മഴയില്ല, അത്യാവശ്യം നല്ല വെയിലാണ്. അതുകൊണ്ട് ആർക്കും തന്നെ മഴ നനയേണ്ട ആവശ്യമൊന്നും വന്നില്ല. ശരിക്കും അവിടെ മഴ നനഞ്ഞ് വേണം ആ മണിത്തറയ്ക്ക് വലം വെക്കാനെന്നാണ് ഐതിഹ്യം. നമ്മുടെ ചെരുപ്പ് അതുപോലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്ത് സൂക്ഷിക്കാം കേട്ടോ. തൽക്കാലമായിട്ട് കെട്ടിയുണ്ടാക്കില്ല. ക്ഷേത്രത്തിലേക്ക് പ്രധാനമായിട്ട് 2 വഴികളുണ്ട്. ഒന്ന് ഈ പാലം കയറിയും പോകാം, പിന്നെ നമ്മുടെ പുഴയെ ക്രോസ് ചെയ്ത് ചാക്കൊക്കെ ഇട്ടിട്ട് ഒരു തടയണ പോലെ റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. അതിലേയും നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം. വിശദമായിട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പാലിക്കേണ്ട ക്ഷേത്രാചാരങ്ങളും എല്ലാം. നല്ല ക്യൂ ആയിരുന്നു. ഒരു 2-3 അക്കരെ ഭാഗത്തുനിന്നും കുറച്ച് ക്യൂ ഇവിടെ നിന്നും. പിന്നെ ഇതൊക്കെ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നവരാണ്. ഇതിലേ കൂടെ അങ്ങോട്ട് തിരിച്ചു പോകണം. തിരിച്ച് നമുക്ക് ഇതിലേ കയറി വരാം. പക്ഷേ ഇവിടെയൊക്കെ ക്യൂ ആയിരിക്കും, അപ്പോൾ നമുക്ക് വരാൻ പറ്റത്തില്ല. ജനത്തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഉത്സവത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് കൊട്ടിയൂർ അക്കരെ അമ്പലത്തിലാണ്. ഇവിടെ ബ്രാഹ്മണ സ്ത്രീകൾക്കും രാജകുമാരന്മാർക്കും പ്രവേശനമില്ല. വടക്കേ മലബാറിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കൊട്ടിയൂർ അമ്പലം. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മഴയും പുഴയും കാടും ഇഷ്ടദൈവവും എല്ലാം ഒത്തുചേരുന്ന ഒരിടമാണ് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രം. ബാവലിപ്പുഴയുടെ ഇരു കരകളിലുമായി തെക്ക് ഇക്കരെ കൊട്ടിയൂരും വടക്ക് അക്കരെ കൊട്ടിയൂരും ശൈവ സാന്നിധ്യമാണ്. വർഷത്തിൽ 28 ദിവസം മാത്രം പൂജ നടക്കുന്ന ക്ഷേത്രമാണ് അക്കരെ കൊട്ടിയൂർ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂജയുമില്ല, ഒന്നുമില്ലാതെ കാടൊക്കെ പിടിച്ച് ആകെ ഇതായിട്ടിരിക്കുമായിരിക്കും. വൈശാഖ മഹോത്സവം തുടങ്ങുമ്പോഴാണ് ഇവിടെ ഒക്കെ വൃത്തിയാക്കി ഇങ്ങനെ പർണശാലകളൊക്കെ കെട്ടി, എല്ലാം ഇതുപോലെയുള്ള പർണശാലകളായിരിക്കും. എല്ലാത്തിനും ഓലമെടഞ്ഞ് ഓലയും മുളയും ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ കുടിലുകളാണ്. അത് ബാവലിപ്പുഴയുടെ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചതാണ് മണിത്തറ. തൊട്ടടുത്തായി ദേവി സാന്നിധ്യമുള്ള അമ്മാറക്കല്ലുമുണ്ട്. നേരത്തേക്ക് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് സെൽഫി വീഡിയോ എടുത്ത് തൃപ്തി അടയുന്ന ഞാൻ പ്രദക്ഷിണ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അക്ഷയാഗ ഭൂമിയായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്ര പരിസരം അറിയപ്പെടുന്നത്. ഇടവമാസത്തിലെ ചോദ്യനാൾ മുതൽ മിഥുനമാസത്തിലെ ചിത്തിര നാൾ വരെയാണ്
അക്കരെ കൊട്ടിയൂരിൽ ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. ബാക്കിയുള്ള 28 ദിവസവും ഇവിടെ പൂജയും ഒന്നുമില്ലാതെ അടഞ്ഞു തന്നെ കിടക്കുന്നു. ഉത്സവം നടത്താൻ ചുമതലയുള്ള വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. അവർക്കൊക്കെ താമസിക്കാൻ പർണശാല പോലെ ഓലയും മുളയും കൊണ്ട് കുടിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ശങ്കരാചാര്യരാണ് ക്ഷേത്രത്തിലെ ഉത്സവച്ചിട്ടകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇടവത്തിലെ ചോതിനാളിൽ നടക്കുന്ന നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. അന്ന് സന്ധ്യയോടെ വയനാട്ടിലെ മുതിരേലിക്കാവിൽ നിന്നും വാളെഴുന്നള്ളത്ത് എക്കരക്കാവിലെത്തും. യാഗഭൂമിയായ കൊട്ടിയൂരിനുമുണ്ട് ഒരൈതിഹ്യം. തൻ്റെ സമ്മതമില്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത തൻ്റെ പുത്രി സതീദേവിയെയും പരമശിവനെയും അപമാനിക്കുവാനായി പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തുകയുണ്ടായി. ആ യാഗഭൂമിയാണ് കൊടുങ്കാടായ കൊട്ടിയൂർ എന്നത്. അങ്ങനെ യാഗഭൂമി ഒരുങ്ങി. ശിവനെയും സതിയെയും ഒഴിച്ച് 14 ലോകത്തെ സർവരെയും ദക്ഷൻ യാഗത്തിന് ക്ഷണിച്ചു. എങ്കിലും പിതാവിനോടുള്ള സ്നേഹം മൂലം സതിയും യാഗത്തിന് പോകുവാനൊരുങ്ങി. പോയാൽ അപമാനിക്കപ്പെടുമെന്നും അപമാനിക്കപ്പെട്ട് തിരിച്ചു വന്നാൽ കൈലാസത്തിൽ പ്രവേശിക്കരുതെന്ന് ശിവനും സതീദേവിയോട് പറയുകയുണ്ടായി. എങ്കിലും തൻ്റെ തീരുമാനത്തിൽ ഉറച്ച് പിതാവിൻ്റെ യാഗഭൂമിയായ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുകയാണ് സതീദേവി ചെയ്തത്. യാഗസ്ഥലത്തെത്തിയെങ്കിലും ദക്ഷനുൾപ്പെടെ ആരും തന്നെ സതീദേവിയെ പരിഗണിച്ചില്ല എന്നു മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു. യാഗത്തിൽ ഹവിർഭാഗം തൻ്റെ ഭർത്താവായ പരമശിവനെ വയ്ക്കാത്തതിനെ ചൊല്ലി സതീദേവി അവരെ ചോദ്യം ചെയ്തു. എന്നാൽ ഇതിനെയും ദക്ഷൻ പരിഹസിച്ചു. പരിഹാസം പരമശിവനിലേക്കും നീണ്ടു. ഇതൊക്കെ കേട്ട സതീദേവി അപമാനഭാരത്താൽ യാഗാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. ഇതറിഞ്ഞ പരമശിവൻ കോപിഷ്ഠനായി. കോപത്തിൻ്റെ ആധിക്യത്താൽ തൻ്റെ ജട പറിച്ച് നിലത്തടിച്ചു. അങ്ങനെ പരമശിവൻ്റെ ജടയിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിക്കുകയുണ്ടായി. യാഗശാലയിലെത്തിയ വീരഭദ്രൻ ഏവരെയും ആക്രമിക്കുകയും പിന്നീട് വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്ത് യാഗശാലയിലെങ്ങും അക്രമം സൃഷ്ടിക്കുകയും യാഗശാലയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. യാഗത്തിൻ്റെ കർമ്മിയായ ഭൃഗുമുനിയുടെ താടി പറിച്ചെടുത്ത് എറിയുകയുമുണ്ടായി. താടി എറിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായാണ് കൊട്ടിയൂരിലെ ഏറ്റവും പ്രശസ്തമായ ഓടപ്പൂവ് നൽകുന്നതെന്നാണ് വിശ്വാസം. കോപത്താൽ സംഹാരതാണ്ഡവമാടിയ ശിവൻ്റെ സംഹാരതാണ്ഡവത്തിൽ ദക്ഷൻ്റെ തല ചിന്നിച്ചിതറുകയും സകല ചരാചരങ്ങൾക്കും ശിവൻ നാശം സൃഷ്ടിക്കുമെന്ന് വിശ്വസിച്ച ഉറച്ച ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ സമീപിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയുമുണ്ടായി. തൻ്റെ താണ്ഡവത്തിൽ തല ചിന്നിച്ചിതറിയ ദക്ഷനെ ഒരു ആടിൻ്റെ തല വെച്ചിട്ടാണ് പുനർജീവിപ്പിച്ചതെന്നാണ് വിശ്വാസം. പിന്നീട് യാഗഭൂമിയിൽ സ്വയംഭൂവായി ഒരു ശിവലിംഗം ഉയർന്നു വരികയും യാഗം തുടരുകയും ചെയ്തു. അങ്ങനെ ഭഗവാൻ സ്വയംഭൂവായി ഉയർന്നു വന്ന ആ സ്ഥാനമാണ് നമ്മൾ കണ്ട് വന്ന മണിത്തറ. ദേവി ആത്മഭൂതി ചെയ്ത യാഗാഗ്നി അമ്മാറക്കലും. കാലങ്ങളോളം യാഗഭൂമി വെറുതെ കിടന്നു. പിന്നീട് കുറിച്യരുടെ കണ്ടെത്തലോടുകൂടി ഇവിടെ ക്ഷേത്രം ഉയർന്നുവെന്നാണ് വിശ്വാസം. എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വയനാട്ടിൽ ജനിച്ച് വളർന്നിട്ട് ഇതുവരെയും കൊട്ടിയൂരപ്പനെ പോയൊന്ന് കാണാൻ പറ്റാത്ത എൻ്റെ ആ സങ്കടം ഇപ്പോൾ മാറി. ഇനിയും അടുത്ത വർഷം തിരിച്ചു വരുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എന്നോടൊപ്പം നമ്മുടെ കൊട്ടിയൂരപ്പനെ കാണുവാനും എൻ്റെ ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ എന്നോടൊപ്പം നിൽക്കുവാനും നിങ്ങൾ കാണിച്ച സന്മനസ്സിന് ഒത്തിരി നന്ദി.
എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടുത്ത വർഷം നമുക്കെല്ലാവർക്കും പോയി കൊട്ടിയൂരപ്പനെ കാണാമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. എൻ്റെ വീഡിയോയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഒരുമാതിരിയൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ. എന്നാലും വീഡിയോ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. ഇനി ഇക്കരെ കൊട്ടിയൂരിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. അത് ഞാൻ സമയം പോലെ ഇടുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.